മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കേട്ടോ? എന്റെ സംശയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യുഡിഎഫിന്റെ ഘടകകക്ഷിയാണ്. എത്രയോ കാലമായി സ്ഥിരമായി അവർ യുഡിഎഫിന്റെ ഘടകകക്ഷിയാണ്. അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ വി ഡി സതീശനുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതി? നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ചോദ്യം? ഇവിടെ ലീഗ് അനുകൂലികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യ. കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ലേ ഈ പറയുന്ന മുസ്ലിം ലീഗ്? അപ്പൊ ലീഗിനോട് ചോദ്യം ചെയ്യുന്നതിലും ചർച്ച ചെയ്യുന്നതിലും ലീഗ് പറയുന്നത് പോലെ കോൺഗ്രസ് പോകുന്നതിലും എന്താണ് തെറ്റ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഒന്നും നിഷ്കളങ്കൊന്നുമല്ല. ആ ചോദ്യം ചോദിക്കുന്നവർക്ക് വരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈ ചോദ്യം തന്നെ നിങ്ങൾ കേട്ടില്ലേ? എത്ര ലളിതമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. RSPയിലെ, കേരള കോൺഗ്രസിലെ, അതുപോലെ മുസ്ലിം ലീഗ് എന്തെങ്കിലും പറയുന്നതിൽ എന്താ പ്രശ്നമെന്ന് ഇതിന് വ്യക്തമായിട്ടൊരു ചുട്ട മറുപടി BJP വക്താവ് സന്ദീപ് വാചസ്പതി കൊടുക്കുന്നുണ്ട്. നമുക്കതിവിടെ മുന്നോട്ട് വെക്കാം. യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യവും ലീഗിന്റെ ഈ ഇടപെടലും ലീഗ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതൊന്നും കേരളത്തിലെ നിഷ്പക്ഷ സമൂഹമോ ഏതെങ്കിലും CPMകാരോ ഏതെങ്കിലും CPIക്കാരോ ഏതെങ്കിലും BJPക്കാരോ ഏതെങ്കിലും ബോധമുള്ള ഒരു മനുഷ്യനോ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇത് അംഗീകരിക്കാനും സാധിക്കില്ല. ലീഗ് പറയുന്നത് പോലെ ഹൈക്കമാൻഡ് പോലും തീരുമാനമെടുക്കുമ്പോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ലീഗാണ് എന്നൊക്കെ പറയുന്നതിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൊക്കെ തല കുനിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ CPMകാർക്കോ CPIക്കാർക്കോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്കോ തുറന്നു പറയാൻ സാധിക്കാത്തത് ഇവിടുത്തെ BJPക്കാരന് പറയാൻ സാധിക്കോ? അദ്ദേഹം അതുകൊണ്ട് വെട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലീഗിനെ എതിർക്കുന്നത്? നിങ്ങളതൊന്ന് കേട്ടുനോക്കൂ. കേരള കോൺഗ്രസ് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. RSP ഏതെങ്കിലും ജാതിക്കോ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചത് ലീഗാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികത ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആശങ്ക. അങ്ങനെ പറഞ്ഞതാണ് ആശങ്ക. അത് മറ്റേത് രണ്ടും പൊളിറ്റിക്കൽ പാർട്ടികളും ഇതൊരു മതപാർട്ടിയുമാണ്. ആ മതപാർട്ടി മതത്തിനു വേണ്ടി അധികാരം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നുന്നേ. ഞങ്ങൾക്ക് തോന്നാൻ ജനാധിപത്യപരമായി ഞങ്ങൾക്ക് ഇതിൽ റൈറ്റ് ഇല്ലേ? മതത്തിന് വേണ്ടി അധികാരം പിടിക്കുന്നു എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നടത്തുന്നത്. മുസ്ലിം ലീഗ് എവിടെയാണ് പറഞ്ഞത്? ജമായത്ത് മുസ്ലിം ലീഗ് പറഞ്ഞ KM ഷാജിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ VD സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ VD സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു. നിങ്ങൾ കേട്ടില്ലേ? ആദ്യമേ തന്നെ മനോരമ ന്യൂസിലെ ചർച്ച നടത്തുന്ന നിശ പുരുഷോത്തമന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാ. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരം ഉന്നയിക്കണം. ഇതിനൊക്കെയുള്ള മറുപടികളൊക്കെ കേൾക്കുമ്പോ ബോധമുള്ള മലയാളികൾ കൃത്യമായിട്ട് ലീഗിനെയൊക്കെ തള്ളും, ലീഗിനെയൊക്കെ പുച്ഛിച്ച് തള്ളും. ഈ സന്ദീപ് വാചസ്പതി പറഞ്ഞ മറുപടി എത്ര സുന്ദരമാണ്. RSP അതേപോലെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ഇവരൊന്നും ഇവരുടെ മതത്തിന് വേണ്ടി എന്ന് ഒരു സ്ഥലത്ത് പോലും ഇവരൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. എന്നാൽ ലീഗ് അത് നിരന്തരം നടത്താറുണ്ട്. KM ഷാജി പറഞ്ഞതിനെയാണ് സന്ദീപ് വാചസ്പതി കൃത്യമായിട്ട് എടുത്തുയർത്തുന്നത്. ആ ഒരു വാർത്തയും ഞാൻ ഇവിടെ കൊടുക്കാം. 2025 ഒക്ടോബർ 7 വ്യക്തമായിട്ട് ഈ KM ഷാജി പറഞ്ഞിട്ടുണ്ട്, UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണം. മാതൃഭൂമിയിലെ ന്യൂസാണ്. അതിന്റെ ഓൺലൈൻ ന്യൂസിന്റെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. KM ഷാജി എന്ന് പറയുന്നത് വരുന്ന മന്ത്രിസഭയിൽ ലീഗിന്റെ നേതാവായിട്ട് വരാൻ പോകുന്ന ഒരു വ്യക്തിയാ. അപ്പൊ ലീഗിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് KM ഷാജി കൃത്യമായിട്ട് കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ വിളിച്ചു പറഞ്ഞത് കേട്ട ബോധമുള്ള സകല ആളുകളും ലീഗിനെ എതിർക്കും. BJP നേതാവ് അത് വ്യക്തമായിട്ട് തുറന്നടിച്ചു എന്നേ ഉള്ളൂ.
ഇവിടെ CPM-കാർക്കോ CPI-ക്കാർക്കോ ഇതൊന്നും തുറന്നു പറയാനുള്ള ത്രാണിയില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ലീഗിനെ പറയുമ്പോഴേക്ക് അത് മതത്തിനെതിരെയാണ് പറയുന്നത് എന്ന രീതിയിലേക്ക് ലീഗ് ആക്കുന്നത് കൊണ്ട് ഇടതുപക്ഷം പേടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ BJP പറയാനുള്ളത് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഒരു മതത്തിനുമെതിരല്ല, പക്ഷെ ഞങ്ങൾ ലീഗിനെതിരെയാണ്, ലീഗ് വർഗീയ പാർട്ടിയാണ്, ലീഗ് മത പാർട്ടിയാണ്. അതിവിടെ നിലവിൽ ഇപ്പോ തുറന്നു പറയാൻ BJP മാത്രമേ ഉള്ളൂ. എത്ര സുന്ദരമായിട്ടാണ് BJP നിലപാട് പ്രഖ്യാപിച്ചത്. ലീഗ് പറയുന്നത്, ലീഗ് പ്രവർത്തിക്കുന്നത് പോലെ കോൺഗ്രസ് സകലതും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വളരെ വ്യക്തമായിട്ട് വെളുപ്പിച്ച് അവർ മതരാഷ്ട്രവാദമില്ല എന്നൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരാളെ ലീഗ് പണിയെടുത്ത് മുഖ്യമന്ത്രിയാക്കുമ്പോ അതിനെ ബോധമുള്ളവർ എതിർക്കും. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പോലും ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ VD സതീശൻ അവരെ വെളുപ്പിക്കാൻ മതരാഷ്ട്രവാദമൊന്നും അവർക്കില്ല, അവരെന്ത് വർഗീയതയാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ലീഗിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നൊരു കോൺഗ്രസ് നേതാവ് ആയതുകൊണ്ടുമാണ് ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രി ആയത് എന്ന് പറയുന്നത് പ്രബുദ്ധ കേരളത്തിന് അപമാനം തന്നെ. യഥാർത്ഥത്തിൽ ജനാധിപത്യമല്ലേ നമ്മുടെ കേരളത്തിൽ തകർന്ന് തരിപ്പണമായത്? ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തല്ലേ ഈ പറയുന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. KC വേണുഗോപാലിന് വ്യക്തമായിട്ട് കോൺഗ്രസിന്റെ 43 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞ് വാർത്ത വന്നതാ, മാതൃഭൂമിയിൽ വന്ന വാർത്തയാ. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട AICC നേതാവ് വിളിച്ചു പറഞ്ഞിട്ടില്ലേ പിന്തുണ കൂടുതലുള്ളത് KC വേണുഗോപാലിനാണ് എന്ന്. അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ മതപാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് ഹൈക്കമാൻഡ് രംഗത്തെത്തിയത്. ഹൈക്കമാൻഡ് എന്നല്ല, ലോ കമാൻഡ്, ലീഗിനും താഴെയുള്ള കമാൻഡ്. ഹൈക്കമാൻഡ് ഇപ്പോ ലീഗാ. ഇതിനൊക്കെ എതിരെ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ആളുകൾ എതിർത്ത് സംസാരിക്കില്ലേ? BJP ഇതൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇവിടെയുള്ള നിഷ്പക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇവിടെ മതേതര മനസ്സ് ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇവിടെ ഒരു മതപാർട്ടി രംഗത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിലൊന്നും ഒരു മതേതരത്വമില്ല. അത് പച്ച വർഗീയതയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ KC വേണുഗോപാലിനാണ് ജനാധിപത്യപരമായിട്ട് കോൺഗ്രസ് MLA-മാർ തിരഞ്ഞെടുത്തത്. ആ ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്തുകൊണ്ട് ലീഗിന്റെ കാലിൽ കൊണ്ടുപോയി വെച്ചതല്ലേ കോൺഗ്രസ് ഈ മുഖ്യമന്ത്രി പദമൊക്കെ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ലീഗാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ BJP പറയുന്നതിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് വരും നാളുകളിൽ BJP വലിയ രീതിയിൽ കേരളത്തിൽ വളരുമെന്ന് പറയുന്നത്. ഇടതുപക്ഷത്തൊക്കെ ബോധമുള്ള ആളുകൾ BJP-യിലേക്ക് എത്തും. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കുന്ന ഒരു കോൺഗ്രസ്സിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകളൊക്കെ പലതും വിളിച്ചു പറയും, പല തെറികളൊക്കെ പറയും. അവരോടൊക്കെ പറയാനുള്ളത്, ബോധം വെക്കുന്ന സമയത്ത് കേരളത്തിലെ സകല മലയാളികളും ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും ഈ പറയുന്ന കോൺഗ്രസിനെയൊക്കെ പുച്ഛിച്ച് തള്ളൂ. ഇന്ന് ജയിച്ചു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, പച്ച വർഗീയതയുമായിട്ട് പച്ച മതപാർട്ടികൾ രംഗത്തെത്തിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു ഗതികേട് കേരളം പുച്ഛത്തോടെയാ നോക്കി കാണുന്നത്.